Hi students, welcome back to our next class. Today we shall discuss about the importance of working capital management. The importance of working capital management. A sound and proper management of working capital is needed for a firm. The importance of working capital management are listed as follows. First one, 50 or 70% of capital of a manufacturing concern is invested in current assets. ഒരു മാനുഫാക്ചറിങ് നടക്കുന്ന ഒരു ഫേമാണ്, പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഫേം ആണെങ്കിൽ ഇറ്റ് ഈസ് ഹെവിലി ഡിപ്പെൻഡ് അപ്പോൺ ദ കറണ്ട് അസറ്റ്സ് ദാൻ ഫിക്സഡ് അസറ്റ്സ്. അങ്ങനെയുള്ള ഒരു ഫേമാണ്, പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഫേം ആണെങ്കിൽ, മാനുഫാക്ചറിങ് നടക്കുന്ന ഒരു ഫേം ആണെങ്കിൽ അത് കറണ്ട് അസറ്റ്സിനെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ദ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സ്. നമുക്കറിയാം ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ അനുസരിച്ചിട്ട് കറണ്ട് അസറ്റ്സിനെയാണ് നമ്മൾ പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് നടക്കുന്ന ഫേം ആണെങ്കിൽ എപ്പോഴും അത് ഡീൽ ചെയ്യുന്നത് ഇൻവെന്ററീസ്, ഡെറ്റേഴ്സ്, റിസീവബിൾസ് അങ്ങനെയുള്ള ഒരുപാട് കറണ്ട് അസറ്റുകളുമായിട്ടാണ് അതിന് കൂടുതൽ അത് മെയിൻറ്റെയിൻ ചെയ്യണത്, അല്ലാതെ ഫിക്സഡ് അസറ്റുകളെ അല്ല. അപ്പോൾ മാനുഫാക്ചറിങ് നടക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഫേമുകളുടെ 50 or 70% ഓഫ് ക്യാപിറ്റൽ ഇസ് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്സ് ദാൻ ഫിക്സഡ് അസറ്റ്. ദെൻ ദർ ആർ നോ ഓൾട്ടർനേറ്റീവ് ഫോർ കറണ്ട് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് ക്യാൻ ബി അക്വയർഡ് ബൈ ഡിഫറെൻറ്റ് വേസ്. ഇപ്പോൾ നമുക്ക് ഹയർ പർച്ചേസ് വഴി, ലീസ് വഴി ഒക്കെ നമുക്ക് ഫിക്സഡ് അസറ്റ്സുകളെ നമുക്ക് അക്വയർ ചെയ്യാം. വിത്തൗട്ട് യൂസിങ് മണി വി ക്യാൻ അക്വയർ ദീസ് കൈൻഡ്സ് ഓഫ് അസറ്റ്സ് ബൈ വേ ഓഫ് ഹയർ പർച്ചേസ് ഓർ ലീസ്. ബട്ട് കറണ്ട് അസറ്റ്സ് ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ത്രൂ by using cash. There will be no alternative for acquiring current assets. Then there is a positive correlation between the sale of a firm and its current assets. Positive correlation, positive relationship between the sale of a firm and its current assets. ഒരു ഫേമിൻ്റെ സെയിൽസും കറണ്ട് അസറ്റ്സും തമ്മിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണുള്ളത്. കാരണം സെയിൽ കൂടും തോറും, ഇഫ് ദ ഫേംസ് സെയിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കറണ്ട് അസറ്റ്സും അതോടൊപ്പം തന്നെ ഇൻക്രീസ് ചെയ്യും. അതായത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിൽ അത് സെയിൽ ആവുന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് വരികയാണ്, ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു. പിന്നെ നമ്മൾ ഇൻവെൻട്രി വാങ്ങുന്നു, റോ മെറ്റീരിയൽ വാങ്ങുന്നു, ദെൻ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നു. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദി ഇൻക്രീസ് in sales, that will also result in the increase in current assets. Then next one, working capital requirements generally financed through outside sources. Outside sources ഒക്കെ വഴിയായിട്ടാണ് ഫേം അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നത്. Then the concept working capital is important for small firms. ചെറിയ ചെറിയ ഫേമുകളിലാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിന് കൂടുതലും റെലവൻസി ഉള്ളത്. കാരണം ചെറിയ ഫേമുകൾക്ക് ലെസ് ആക്സസ് ആണ് ഉണ്ടാവുള്ളൂ. ലോങ് ടൈം മാർക്കറ്റ് അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ്. അവർക്ക് ഈ ഷോർട്ട് ടൈം മാർക്കറ്റുകളാണ് അല്ലെങ്കിൽ കറണ്ട് ലൈബിലിറ്റിനെയാണ് അവർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക. അതുപോലെ ഷോർട്ട് ടൈം ബാങ്ക് ലോൺസ്, ട്രേഡ് ക്രെഡിറ്റ്, ഇതൊക്കെയാണ് അവർ കൂടുതൽ ഫണ്ടിന് വേണ്ടി അല്ലെങ്കിൽ മെറ്റീരിയലിന് വേണ്ടിയൊക്കെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന സോഴ്സസ് എന്ന് പറയുന്നത്. ഈ ഷോർട്ട് ടൈം ബാങ്ക് ലോണുകളും അതുപോലെ തന്നെ ട്രേഡ് ക്രെഡിറ്റ് ഒക്കെയാണ്, സപ്ലയർ കൊടുക്കുന്ന ക്രെഡിറ്റും മറ്റുമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സ്മോൾ ഫേംസിനാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള കോൺസെപ്റ്റ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു എക്സ്പ്ലെയിൻ ദർ ആർ സം പ്രിൻസിപ്പിൾസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ദർ ആർ സം പ്രിൻസിപ്പിൾസ് ടു ബി അഡോപ്റ്റഡ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. These are principle of risk variation, principle of cost of capital, principle of equity position, and principle of maturity of payment. The first one, principle of risk variation. Risk refers to the inability of a firm to maintain adequate current assets to pay off its ഒബ്ലിഗേഷൻസ് ഓർ ലയബിലിറ്റീസ്. അതാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ ഇനബിലിറ്റിയാണ്, കഴിവില്ലായ്മയാണ് അല്ലേ, ഓഫ് എ ഫേം ടു മെയിൻറ്റെയിൻ ആഡിക്വേറ്റ് കറണ്ട് അസറ്റ്സ് ടു പേ ഓഫ് ഇറ്റ്സ് ഒബ്ലിഗേഷൻസ്. അതിൻ്റെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള ക്യാഷ് അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ്
റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് മീൻസ് ദ ഇനബിലിറ്റി ഓഫ് എ ഫേം ടു മെയിൻറ്റെയിൻ ആഡിക്വേറ്റ് കറണ്ട് അസറ്റ്സ് ടു പേ ഓഫ് ഇറ്റ്സ് ഒബ്ലിഗേഷൻസ് ഇൻ ടൈം. ടൈമിലി നമ്മൾ നമ്മുടെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ അത് ആ റെപ്യൂട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വല്ലാതെ ബാധിക്കും. അപ്പോൾ ഫേം എപ്പോഴും ഒരു സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി മെയിൻറ്റെയിൻ ഇൻ ഓർഡർ ടു മീറ്റ് ദ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു വേരിയേഷൻ വരാമെന്ന് പറഞ്ഞാൽ അത് റിസ്ക് ആണ്. The next one, principle of cost of capital. A business requires a lot of funds. The funds can be achieved only through different sources. ഇപ്പം നമുക്കറിയാം ഒരു ഫേമിൻ്റെ സ്റ്റാർട്ട് ചെയ്യാനും അത് റൺ ചെയ്യാനും നമുക്ക് ഒരുപാട് ഫണ്ടുകൾ ആവശ്യമാണ്. അപ്പോൾ ഈ ഫണ്ടുകൾ നമുക്ക് പല സോഴ്സുകളിൽ നിന്നാണ് നമ്മൾ റേസ് ചെയ്യുക. നമുക്ക് ഈക്വിറ്റി വഴി ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ, അല്ലെങ്കിൽ ഡിബഞ്ചർ വഴി പല സോഴ്സുകളുണ്ട്. ബാങ്കിൽ നിന്ന് നമുക്ക് ലോണുകൾ എടുക്കാം. ഇങ്ങനെ പല സോഴ്സുകൾ വഴി നമ്മൾ ഫിനാൻസ് റേസ് ചെയ്യുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ പറയുന്നത് ഓരോ സോഴ്സ് എടുത്താലും അതിന് അതിൻ്റെതായിട്ടുള്ള മെറിറ്റ് ഉണ്ട്, ഡിമെറിറ്റ് ഉണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു സോഴ്സിന് റിസ്ക് കൂടുതലാണ് എങ്കിൽ അതിൻ്റെ കോസ്റ്റ് ലോവർ ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു സോഴ്സിന് റിസ്ക് കുറവാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു ഫേം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാം. ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കോസ്റ്റ്ലിയാണ്, ഹൈ റിസ്കിയാണ്. പക്ഷേ അത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോസ്റ്റ് കുറവാണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഡിവിഡൻഡ് കൊടുത്താൽ മതി. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കമ്പനി ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുക. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് കമ്പാരറ്റീവ്ലി പ്രൊസീഡിങ്സ് കുറവാണ്. പക്ഷേ അതിൽ പ്രോഫിറ്റ് ഉണ്ടായാലും ഇല്ല എങ്കിലും ആ ഫേം അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് കറക്റ്റായിട്ട് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ എങ്ങനെയായിരുന്നാലും ഏതൊരു സോഴ്സിനും അതിൻ്റേതായിട്ടുള്ള മെറിറ്റുമുണ്ട്, ഡിമെറിറ്റുമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ക്യാപിറ്റല് തീരുമാനിക്കാനായിട്ട്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദ നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി പൊസിഷൻ. നമുക്കറിയാം കറണ്ട് അസറ്റ്സ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് വേരിയസ് അസറ്റ്സ് ലൈക്ക് ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഇൻവെന്ററീസ്, ഡെറ്റേഴ്സ്, റിസീവബിൾസ് എക്സെട്ര. ഇങ്ങനെ ഒരുപാട് അസറ്റുകൾ ചേർന്നതാണ് കറണ്ട് അസറ്റ്. ദ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സ് ഈസ് നോൺ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ഓരോ കറണ്ട് അസറ്റ്സിലും ഒരു ഈക്വൽ പ്രൊപ്പോർഷനിൽ വേണം ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ. മനസ്സിലായി? എല്ലാം ഒരുപോലെ ആനുപാതികമാകുന്ന രീതിയിൽ വേണം. അല്ലെങ്കിൽ ക്യാഷ് കുറവാണ്, ഇൻവെന്ററി കുറേ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെ പാടില്ല. നമ്മൾ എല്ലാത്തിലും ഈക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്യാഷ് ഒപ്റ്റിമം, അല്ലെങ്കിൽ ഇൻവെന്ററി ഒപ്റ്റിമം, ഡെറ്റേഴ്സ് ഒപ്റ്റിമം, ആ ഒരു മോഡിൽ വേണം നമ്മൾ ഈ കറണ്ട് അസറ്റ്സിനെ നമ്മൾ ഒരു എന്താ പറയുക പ്രൊപ്പോർഷൻ ചെയ്യാനായിട്ട്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് മെച്യൂരിറ്റി പേയ്മെന്റ്. പ്രിൻസിപ്പിൾ ഓഫ് മെച്യൂരിറ്റി പേയ്മെന്റിൽ പറയുന്നത് ഇതാണ്: ഫേമിന് ഇൻഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്, ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്. ഇൻഫ്ലോ ഓഫ് ഫണ്ട് മീൻസ് ദ ക്യാഷ് ജനറേറ്റഡ് ഇൻ ടു ദ ബിസിനസ് അല്ലെ. ബിസിനസ്സിലേക്ക് വരുന്ന മണി, പല സോഴ്സിൽ നിന്ന് ബിസിനസ്സിലേക്ക് മണി വരുന്നു, പല രീതിയിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പറയുക ആപ്ലിക്കേഷൻ ഓഫ് മണി ഓർ ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പോൾ ഒരു ബിസിനസ്സിൽ രണ്ട് തരം ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഇൻഫ്ലോ ട്രാൻസാക്ഷനും നടക്കുന്നുണ്ട്, ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു കാര്യം ഇതാണ്: ദർ ഷുഡ് ബി എ ലീസ്റ്റ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ ദ മെച്യൂരിറ്റി ഓഫ് എ ഫേംസ് ഇൻഫ്ലോ ആൻഡ് ഇറ്റ്സ് ഔട്ട്ഫ്ലോ. നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോ വെച്ചിട്ട് നമ്മുടെ ഔട്ട്ഫ്ലോ മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. നമ്മുടെ ഇൻഫ്ലോ വെച്ചിട്ട്, നമ്മുടെ ഫണ്ടുകൾ വെച്ചിട്ട് നമ്മളുടെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് മെച്യൂരിറ്റി ഓഫ് പേയ്മെന്റ്.